ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാക്ടിക്കൽ എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമുക്കറിയാം 40 മാർക്കിന്റെ എക്സാം ആണ്. 3 മണിക്കൂറാണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഈ 3 മണിക്കൂറിൽ നമുക്ക് ചെയ്യാനുള്ളത് 4 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഓരോ ക്വസ്റ്റ്യനും 8 മാർക്ക് വെച്ചിട്ടാണ്. സോ ടോട്ടൽ 32 മാർക്കാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ നമ്മളെ റെക്കോർഡ് ബുക്കിനാണ് നമുക്ക് 4 മാർക്സ് വരുന്നത്. ആൻഡ് നമ്മൾക്ക് ലാസ്റ്റ് 4 മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ വൈവയ്ക്കാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ടോട്ടലാണ് നമുക്ക് 40 മാർക്ക് വരാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇതിൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, അതിൽ കുറേ ടോപ്പിക്സ് ഉണ്ട്. ഇതാണ് നമുക്ക് എക്സാമിന് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. സോ 4 സെഷനിലായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും. 4 എണ്ണം കമ്പൽസറി ആയിട്ടും നിങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് 32 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി എക്സാമിന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 3 മണിക്കൂറാണുള്ളത്. ഈ 3 മണിക്കൂറിൽ 4 ചോദ്യങ്ങൾ എന്ന് പറയുമ്പം ഒരു ചോദ്യത്തിന് 45 മിനിറ്റ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി അത് ഒരുപാട് സമയമാണ്. പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾറെഡി നമ്മൾ യുവ ബാച്ചിൽ നമ്മൾ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കൽസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഇതിൻ്റെ എല്ലാം ഈ ടോപ്പിക്സിൻ്റെ എല്ലാം വീഡിയോസ് ആപ്പിൽ അപ്ലോഡഡ് ആണ്. സോ ബാച്ചിലെ സ്റ്റുഡൻസ് എന്തായാലും ആ വീഡിയോസ് എല്ലാം റെഫർ ചെയ്യുക. സോ നമുക്ക് ഈ കുറഞ്ഞ ടൈമിൽ എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യുക. ആക്ച്വലി ചെയ്യാൻ അത്ര സമയമൊന്നും വേണ്ട, വളരെ കുറച്ച് സമയം മതി. സോ മാക്സിമം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് പോകും. എന്താണ് ഫോർമാറ്റ് എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ എയിം എന്താണ് എന്ന് പറയണം. അതായത് നമ്മളിപ്പോൾ നോവ ടേബിൾ ആണോ ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ എന്താണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ആദ്യം പറയണം. പിന്നെ നെക്സ്റ്റ് നമ്മളുടെ കമ്പ്യൂട്ടറൈസ് പ്രൊസീജിയർ എന്താണ്. അതായത് ഫസ്റ്റ് നമ്മൾ മറ്റേ ലിബ്രെ കാൽകോർപ്പസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ അതിലിപ്പം ചാർട്ട് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ടേബിൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്താണ് ഇൻസേർട്ട് ചാർട്ട് ആൻഡ് ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്ലോ ചാർട്ടായിട്ട് ഇങ്ങനെ ഈ പാത്ത് എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ് എന്ന് ഫുള്ളായിട്ട് എഴുതുന്നതാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ് പ്രൊസീജിയറിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഔട്ട്പുട്ട് ഓഫ് ദി പ്രോബ്ലം, അത് ഓൾറെഡി നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട് കിട്ടും. അപ്പോൾ ആ റിസൾട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾ എക്സാമിനർക്ക് കാണിച്ചു കൊടുക്കുക. ആൻഡ് അതിൽ നിന്നുള്ള ഇൻഫറൻസ് എന്താണ്. ഇപ്പോൾ എനോവയിലൊക്കെ നോക്കുകയാണെങ്കിൽ എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ ആണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ എന്താണ് ഇതിൽ നിന്നൊരു ഇൻഫറൻസ്, ഫൈനൽ റിസൾട്ട് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. സോ അതെന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാണ് നമ്മളുടെ റെക്കോർഡ് ബുക്കിൽ ഇതാണ് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രിൻസിപ്പിൾ എന്താണ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അതെന്തായാലും നിർബന്ധമായിട്ടും വായിച്ചിരിക്കുക. കാരണം വൈവയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു പ്രോബ്ലം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം സിമ്പിൾ ബാർ ഡയഗ്രം ആണ് വരയ്ക്കുന്നതെങ്കിൽ സിമ്പിൾ ബാർ ഡയഗ്രം ഹിസ്റ്റോഗ്രാം തമ്മിലുള്ള വ്യത്യാസം എന്താണ്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച തിയറി കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പഠിച്ച തിയറി കാര്യങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. എന്നാലും മാത്രമേ വൈവ നമുക്ക് നല്ലപോലെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 4 മാർക്കാണ് വൈവയ്ക്ക് വരുന്നത്. സോ എക്സാംസ് എല്ലാവരും അടിപൊളിയാക്കുക. ആപ്പിലെ സ്റ്റുഡൻസ് നേരെ ബാച്ചിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കുക, പഠിക്കുക, സെറ്റാക്കുക. അപ്പോൾ എല്ലാവർക്കും എക്സാം അടിപൊളിയാവട്ടെ. ഓൾ ദ ബെസ്റ്റ്.